വീട്ടിൽ തന്നെ ഈസിയായി സാമ്പാർ പൗഡർ എങ്ങനെ ഉണ്ടാക്കാം, അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉഴുന്ന് 3 ടേബിൾ സ്പൂൺ, കുരുമുളക് 3 ടീസ്പൂൺ, കടുക് 3 ടീസ്പൂൺ, ഉലുവ 3 ടീസ്പൂൺ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2.5 ടീസ്പൂൺ, 2 ടീസ്പൂൺ റൈസ് പൗഡർ, ആവശ്യത്തിന് കായം ഇട്ടിട്ടുണ്ട്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ച് എങ്ങനെ സാമ്പാർ പൗഡർ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ലോ ഫ്ലെയിമിൽ നമുക്ക് 4 ഐറ്റംസ് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ചെറുതായിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഫ്ലെയിം കൂട്ടിയിട്ട് പൊടി വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണം. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. 2 മിനിറ്റിൽ കൂടുതൽ വറുക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായ പോലെ വറുത്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ മിക്സിയിലിട്ട് ഒന്നുകൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. ചൂടാറാനായിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനായിട്ട് ഞാൻ അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കായം അതിലോട്ടിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്തെടുക്കാം. കായം ബ്രൗണായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ആദ്യം കായമാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് വറുത്ത് വെച്ചിരുന്ന ഉഴുന്നും കുരുമുളകും ഉലുവയും കടുകും കൂടെ ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ പൗഡർ ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ മറ്റേ പൊടി നമ്മൾ ഇതുപോലെ തന്നെ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് കായം വറുത്തെടുക്കാം. ലാസ്റ്റ് കായം വറുത്താൽ മതി. ഇനി നമുക്ക് ഈ കായം പൊടിച്ചെടുക്കാം. അവിടെ കായം പൗഡർ ഫൈനായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ നല്ല സ്മെല്ലും നല്ല കായത്തിൻ്റെ മണവും അടിപൊളി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ളൊരു സാമ്പാർ പൗഡർ നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതുപയോഗിച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുക. ഇതൊരു 3-4 മാസം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരു കേടുവരാതെ ഇരിക്കും. അതിനാണ് ഞാൻ പൊടികളൊക്കെ രണ്ടാമത് വറുത്തെടുത്തത്. വറുത്ത പൊടി തന്നെ ആയിരുന്നു അരിപ്പൊടിയും മല്ലിപ്പൊടിയെല്ലാം. പക്ഷെ ഒന്നുകൂടി വറുത്തെടുത്തത് ഈട് നിൽക്കാനായിട്ടാണ് ഒരുപാട് ദിവസം. സാമ്പാർ പൗഡറിൽ അതേ രുചിയും മണവും നമുക്ക് ഈ സാമ്പാർ പൗഡറിലൂടെ ലഭിക്കുന്നതാണ്.